വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി BJP ചില ഗൂഢ നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു വാർത്തയാണ് കിട്ടുന്നത്. പ്രധാനമായും സുരേഷ് ഗോപിയെ ക്രൈസ്തവ വോട്ട് പിടിക്കാൻ BJP അതിനായിട്ട് മുന്നിട്ട് അതിനുവേണ്ടി ഒരുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിൽ BJPക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷ പദവിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം സുസമ്മതനാണ്, ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളല്ല. ഈ BJP എത്രയോ കാലത്തിന് മുമ്പ് കേരളത്തിൽ നന്നാകേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഗുണം പിടിക്കാതെ പോയത്? ഈ ഒടുക്കത്തെ വിഭാഗീയതയാണ് പാർട്ടിക്ക് ദോഷമുണ്ടാക്കി വെച്ചത്. പണ്ട് ഒരു കാലത്ത് പേരുദോഷം ഉണ്ടായിരുന്നു, വോട്ട് കച്ചവടം നടത്തിയെന്ന് പറഞ്ഞു. അത് പിൽക്കാലത്ത് മാറി, പാർട്ടി ഒന്ന് ശക്തിപ്പെടാൻ തുടങ്ങി. 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം ആവേശവും ഉണർവും ഒക്കെ ഉണ്ടായി. 2014 മുതൽ 2019 വരെ BJPയെ കണ്ടിരുന്നത് ഈ ഒരു ഹൈന്ദവ പാർട്ടിയായിട്ടും ഒരു ഹിന്ദു രാഷ്ട്രം അങ്ങനെ അങ്ങ് പ്രതിപക്ഷം ചിത്രീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു മോദിയുടെ ഒരു പ്രഭാവവും അത് വളരെ വലുതാണ്, അത് നിർണായക ഘടകവുമാണ്. അത് നന്നായിട്ട് ഏശി. അത് 2019 അതുകൊണ്ട് തന്നെ ഭരണം ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ പലർക്കും, പല മതസ്ഥരിലും എന്താണ് BJP എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. 2024 എത്തുമ്പോൾ അതൊന്നുകൂടി ശക്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളതാണ്. അല്ല, അതിപ്പം നമ്മൾ തൃശ്ശൂരിൽ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ BJPയുമായി സമ്മതിക്കും അല്ലെങ്കിൽ BJPയുമായി ഒത്തുചേരുമെന്ന് ഒരു കാലത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ക്രൈസ്തവ ആണെങ്കിലും മുസ്ലിം വിഭാഗങ്ങൾ ഒരിക്കലും BJPയുമായി ഒത്തുചേർന്ന് പോകില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച്, ഒരു മാറ്റം, വലിയൊരു മാറ്റമാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. അപ്പോൾ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ പോയതും കിരീടം സമർപ്പിച്ചതൊക്കെ മാധ്യമങ്ങളും മറ്റുള്ളവരും അതൊരു കോമഡി ആയിട്ട് എടുത്തെങ്കിലും, പക്ഷേ എത്രത്തോളം ക്രൈസ്തവരിലേക്ക് സുരേഷ് ഗോപിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ആ തൃശ്ശൂരിൽ നടന്ന ഒരു വിപ്ലവം തന്നെ എന്ന് പറയാം. BJPയുടെ ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ BJP സുരേഷ് ഗോപിയെ അത്തരത്തിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഇപ്പോൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് അത് ഒരു വലിയ ഒരു, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാരണം പല ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇപ്പം സുരേഷ് ഗോപി സന്ദർശനം നടത്തി തുടങ്ങി. അപ്പം വലിയൊരു ഭാഗം വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ BJPയിൽ എത്തുമ്പോൾ അതൊരു മാറ്റത്തിനല്ലേ വഴിയേറുന്നത്? ഈ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലേക്ക് ഇറക്കിയത് കേന്ദ്ര നേതൃത്വമാണ്. സുരേഷ് ഗോപിയുടെ ഈ സഭകളുമായിട്ട് വലിയ ഒരു സൗഹൃദം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ബന്ധം വളരെ ദൃഢമാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രം ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിയെ കാണാനായിട്ട് ബിഷപ്പുമാർ ക്യൂ നിൽക്കുകയാണ്. മോദി എപ്പോൾ കേരളത്തിൽ വരുമ്പോഴും ബിഷപ്പുമാരുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട്. അതിന് ആ ഒരു പാലം ഒരുക്കുന്നത് എപ്പോഴും സുരേഷ് ഗോപിയാണെന്നുള്ളതാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നതിന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് അദ്ദേഹം അവിടെ വരികയുണ്ടായി. മോദിയും അമിത്ഷായും ഒക്കെ വന്നു. ഈ സമയത്തൊക്കെ മോദി ബിഷപ്പുമാരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. ആ ഒരു സൗകര്യം ഒരുക്കിയത് തന്നെ സുരേഷ് ഗോപിയാണ്. ഡൽഹിയിൽ തന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു ക്രിസ്മസ് വിരുന്നൊരുക്കി ബിഷപ്പുമാരും ഒക്കെ ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ ഈ സഭകളുടെ, പല പ്രധാനപ്പെട്ട സഭകളുടെ, കത്തോലിക്ക സഭയുടെ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുന്നത് സുരേഷ് ഗോപി വഴിയും അതുപോലെ തന്നെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വഴിയും ആണെന്നുള്ളതാണ്. ഷോൺ ജോർജ് ഇപ്പം ആ മുനമ്പത്തെ പ്രശ്നം തന്നെ, വഖഫ് ബിൽ ഭേദഗതി എന്തുകൊണ്ടാണ് വരുന്നത്, എന്താണ് ആ ബില്ലില് എന്നുള്ളതൊക്കെ വളരെ കൃത്യത വരുത്തി കൊടുക്കാൻ സഭകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്.
ഇനി വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ണൂരിലെ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ റബ്ബറിന് 300 രൂപ തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്നാണ് BJPയോട് പറഞ്ഞത്. അവരുടെ കർഷകരുടെ ആവശ്യമാണ് മുമ്പോട്ട് വെച്ചത്. ഈ ബിഷപ്പ് പാംപ്ലാനി തന്നെ കഴിഞ്ഞ ദിവസവും ഒരു സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ക്രൈസ്തവ വിഭാഗത്തിലെ ആ വോട്ട് ബാങ്കിന് ഇത് വെറുതെ അങ്ങ് കൈമാറ്റം നടത്തത്തില്ല, ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പരിഗണിക്കണം, ആ പരിഗണിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും, അല്ലാതെ കോൺഗ്രസിനാണ് ക്രൈസ്തവരുടെ മുഴുവൻ വോട്ട് എന്നൊന്നും കരുതണ്ട എന്ന് പറഞ്ഞാൽ BJPയിലേക്ക് തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപി ആയാലും ഷോൺ ജോർജും ഒക്കെ ഇത് സഭകളുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് ധരിപ്പിക്കുകയുണ്ടായി. പിന്നെ പല പ്രമുഖരെയും, ക്രൈസ്തവ പ്രമുഖരെയും BJPയുടെ സ്ഥാനത്തേക്ക് വരികയുണ്ടായി. ഇപ്പോൾ അൽഫോൻസ് കണ്ണന്താനം വളരെ നേരത്തെ തന്നെ, അതുപോലെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, IAS ജേക്കബ് തോമസ് BJPയിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ സഭകൾക്ക്, ക്രൈസ്തവർക്ക് പിന്നെ BJPയോടൊരു കൂടുതൽ അനുഭാവം ഉണ്ടാക്കി കൊടുത്തു. കേരളത്തിലെ ഒരു കാലം വരെ നമ്മൾ ധരിച്ചിട്ടുള്ളത് അത്രയും ഈ ക്രൈസ്തവര് കോൺഗ്രസിനോടൊപ്പമാണ് എന്നാണ്. ക്രിസ്ത്യാനിയാണോ? കോൺഗ്രസ്. അച്ചായന്മാരാണോ? കോൺഗ്രസ്സാണ്. ഈ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്കുള്ള ഒഴുക്ക് മുഴുവൻ വരുന്നുണ്ട്. അത് അച്ചായന്മാരുടെ വോട്ട് മുഴുവൻ അത് ക്രിസ്ത്യാനി, അത് കോൺഗ്രസിനാണ് എന്നുറപ്പിക്കും. അവിടെ പോളിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളതൊക്കെ എങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ് തന്നെ കോൺഗ്രസിൽ നിന്ന് ഈ ക്രൈസ്തവരെ അകറ്റി എന്നുള്ളതാണ്. കാരണം ലീഗാണ് അതിൻ്റെ കാരണക്കാര്. ലീഗ് കയറി കോൺഗ്രസിനെ ഭരിക്കാൻ ചെന്നു. കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകണം, UDF എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ തീർച്ചപ്പെടുത്തുന്നത് ലീഗാക്കി. ലീഗ് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി കൊടുത്തു. ഈ 5ാം മന്ത്രി കൊടുത്തതോടുകൂടി അവർക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനകത്ത് വലിയ എതിർപ്പുണ്ടാക്കിയില്ലേ. അപ്പം ലീഗുമായിട്ട് ഈ സമുദായത്തെ പ്രീണിപ്പിച്ച് എല്ലാ തരത്തിലും അവരോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. എന്തിന് NSS പോലും ആകുന്നില്ലേ? NSS ഒക്കെ ഒരു കാലത്ത് എന്തായിരുന്നു? കോൺഗ്രസിനോട് അനുഭാവം പ്രഖ്യാപിച്ച് നിൽക്കുന്നവരായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞ് ഇപ്പോൾ പെരുന്നേലെ പോപ്പ് പറയുന്ന അനുസരിച്ച് ഇന്നത്തെ തലമുറ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, പോകാൻ പറയും. അല്ലെങ്കിൽ പണ്ട് പള്ളിയിൽ ഇടയലേഖനം വായിക്കും തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ്, വോട്ട് ചെയ്യുന്ന ആർക്കത്. ഇന്നിപ്പോൾ പള്ളിയിലെ ബിഷപ്പോ വികാരിയോ പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യും. അതൊന്നുമില്ല, ആ കാലമൊക്കെ പോയി. പക്ഷെ ക്രൈസ്തവർക്ക് മൊത്തത്തിൽ BJPയോട് ഒരു അനുഭാവം ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അത് കേരളത്തിൽ വലിയ ഗുണം BJPക്ക് ചെയ്യും. അത് താഴെ തട്ടിൽ നിന്ന് തുടങ്ങും. ആ താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ സൂചന നമ്മൾ കാണാൻ പോകുന്നത്, അതിൻ്റെ ഫലം നമ്മൾ കാണാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അതിലൂടെ BJPയും ക്രൈസ്തവരും ചേർന്ന് നിൽക്കും എന്നുള്ളതാണ്. അതിൻ്റെ അനന്തരഫലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.